ഹലോ നമസ്കാരം. ചിത്ര ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സിറ്റിസൺ ലോഗിലാണ് ഈ ഒരു അപേക്ഷയൊക്കെ നമുക്ക് ചെയ്യാവുന്നത്. അപ്പോൾ നമ്മൾ നേരെ ലോഗിൽ പോയിട്ട് യൂസർ നെയിം അടിക്കുക, അതിന് OTP അടിച്ചു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ മൈ ആപ്ലിക്കേഷൻസ് കഴിഞ്ഞാൽ ന്യൂ ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സിൽ പോയി കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ് എന്നുണ്ടാവും. അതിൽ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അതുപോലെ റെസിഡൻസ് സർട്ടിഫിക്കറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഓണർ, റിലേറ്റീവ്സ് ഓർ ഒക്യുപ്പയർ, വോട്ടർ ID. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് ഓണർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മൈ ബിൽഡിങ്സിൽ ചിലവർ ബിൽഡിംഗ് ലിങ്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ ബിൽഡിംഗ് ലിങ്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വെറും ബിൽഡിംഗ് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ട്. അപ്പോൾ അത് വഴി ചെയ്ത് ബിൽഡിംഗ് ലിങ്ക് ചെയ്തതിന് ശേഷം ഇതിൽ വന്നിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ഇൻ്റർഫേസ് ലഭിക്കുക. അതിൽ വന്നിട്ട് ലോക്കൽ ബോഡി ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി, നമ്മൾ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് നമ്മൾ മുനിസിപ്പാലിറ്റി എന്ന് കൊടുക്കും. ഓക്കെ, അതിൽ ആപ്ലിക്കേഷൻ അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും. ബിൽഡിംഗ് ID, കാറ്റഗറി, ഓതറൈസർ വരും, ഡിസ്ട്രിക്ട് പാലക്കാട്, ഓണർ നെയിം സുജിത്ത്, ലോക്കൽ ബോഡി നെയിം ഷൊർണൂർ, ഹൗസ് നെയിം മിഥുനം കോട്ടേജ് ആണ്, അതിവിടെ വന്നിട്ടില്ല. ലോക്കൽ പ്ലേസ്, വാർഡ് ഇയർ, കാറ്റഗറി ഓഫ് യൂസ് റെസിഡൻഷ്യൽ, മെയിൻ ഓഫീസ്, ടോട്ടൽ പ്ലിന്ത് ഏരിയ 83.81 നമ്പർ ഓഫ് വാർഡ് 7, ഡ്യൂ ടാക്സ് ഡ്യൂ എന്ന് പറഞ്ഞാൽ 1247. അതുപോലെ ഡോർ നമ്പർ 250 ആനുവൽ ടാക്സ്, മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടില്ല. അതിൽ പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ബിൽഡിംഗ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് ടിക്കായതിനു ശേഷം നമ്മളിവിടെ പ്രൊസീഡ് അടിക്കുക. ഓക്കെ, പ്രൊസീഡ് അടിച്ചതിന് ശേഷം നമ്മൾ ബിൽഡിംഗ് അഡ്രസ്സിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് അഡ്രസ്സ് മിഥുനം കോട്ടേജ് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാവുന്ന, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ പ്രൊസീഡ് അടിക്കാം. പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂയിലേക്ക് പോകുന്നതാണ്. പ്രിവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നേരെ പ്രൊസീഡ് അടിച്ചാൽ പ്രിവ്യൂ ടിക്കായി. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ടിക്ക് വീഴണം. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എഗ്രിയോട് പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മൾ OTP വെരിഫിക്കേഷൻ ആയിരിക്കും. OTPയിൽ നമ്മളെ പേരും മൊബൈൽ നമ്പറൊക്കെ ഗെറ്റ് OTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTP നമ്പർ വരും. നമ്മൾ നേരെ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ ഗെറ്റ് OTP എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു OTP നമ്പർ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മൊബൈലിൽ OTP നമ്പർ നോക്കട്ടെ. അപ്പോൾ ഒരു OTP നമ്പർ വന്നിട്ടുണ്ട് 7470